പറഞ്ഞാൽ ചെവിയും കേട്ടുകൂടാ. എപ്പോഴും വീഡിയോയും കണ്ട് പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കണം. ചുറ്റും നടക്കണമെന്ന് അറിയരുത് കേട്ടാ. ആരും പറഞ്ഞു എന്റെ ഡാൻസ് മോശമാണെന്ന്? എനിക്ക് എത്ര ഫാൻസ് ഉണ്ടെന്ന് അറിയോ? അരി 1 കിലോ എന്ന് പറഞ്ഞപ്പോ പഞ്ചാര എത്ര രൂപ? അരിയും പഞ്ചസാര മാത്രം മതിയോ? ഞാൻ മേടിച്ചുകൊണ്ട് വരാം. അമ്മയുടെ അടുത്തുനിന്ന് പൈസ അടിച്ചാ. എന്താടാ നിന്റെ മുഖത്ത് ആകെ കള ലക്ഷണമാണല്ലോ. ചേട്ടന്റെ സഹോദരല്ലേ കാണും, സ്വാഭാവികം. അച്ഛൻ കിണിച്ചോണ്ടിരുന്നോ? പിള്ളേരുടെ നാക്ക് വളർന്ന് തറയം മുട്ടാനായി. നിന്റെ മുടി വളർന്ന് മാനം മുട്ടാറായി. പിന്നെ നമ്മള് ഇപ്പൊ ഇരിക്കുന്നില്ലേ ഞാൻ ബെഞ്ച്, അതിൽ 2-3 ബെഞ്ച് കൊണ്ട് മുമ്പോട്ടിരിക്കണം. ഞാൻ നിന്റെ അടുത്ത് പണ്ടേ പറഞ്ഞിട്ടില്ലല്ലേ ഫ്രണ്ടിലുള്ള ബെഞ്ചിൽ തന്നെ ഇരിക്കാൻ. അവിടെ ഇരുന്ന് പഠിച്ചാൽ പെട്ടെന്നെല്ലാം തലയിൽ കയറും. അതുകൊണ്ടാണ് ഞാൻ പണ്ടേ മുതൽ ഫ്രണ്ടിലത്തെ ബെഞ്ചിലിട്ട് പഠിക്കുന്നത്. നിനക്ക് പൊക്കമില്ലാത്തോണ്ട്. നിനക്ക് പിന്നെ അമിതാഭ് ബച്ചന്റെ പൊക്കമാണല്ലോ. നിലയ്ക്കാത്ത ബുദ്ധിയുള്ള തനി നാടൻ നെയ്യാറ്റിങ്കരക്കാരൻ. പക്ഷെ പുറമേ നോക്കുമ്പോ ഒരു മോഡേൺ പൊട്ടനാണെന്ന് തോന്നുന്നു. എന്താ മക്കള് പൊട്ടനൊന്നുമല്ല, അച്ഛനെ നല്ല പൊട്ടന അല്ല, നല്ല മോനെ. എനിക്ക് ട്യൂഷൻ പോകാനാ? അപ്പൊ എല്ലാരും കൂടെ ഉറപ്പിച്ച് എന്നെ ട്യൂഷൻ വിടാൻ. നീലുവേ, നീ തന്ന പൈസ കൂടാതെ 2000 രൂപ അത് കിട്ടാണ് ഇവന് വേണ്ടി ഞാൻ ഫീസ് അടച്ചത്. അതുകൊണ്ട് അതുകൊണ്ടത് കുഴപ്പമില്ല. സ്വന്തം മോന് വേണ്ടിയല്ലേ സഹിച്ചു. ഇവിടെ